This is EVM UP School റേഡിയോ കേൾക്കൂ കേൾക്കൂ കേട്ട് രസിക്കൂ. സ്കൂളിലെങ്ങും പാട്ടായി സ്റ്റാർ എഫ് 19.55. എല്ലാ കൂട്ടുകാർക്കും സ്റ്റാർ എഫിലേക്ക് സ്വാഗതം. ഞാൻ RJ അർവ. ഞാൻ RJ റീഹ. ഇന്നത്തെ പരിപാടി അവതരിപ്പിക്കുന്നത് 6Bയിലെ കുട്ടികളാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ഹലോ കൂട്ടുകാരെ, എല്ലാവരും പുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ആയിരിക്കില്ലേ? ബഷീറിൻ്റെ കൃതികൾ കേൾക്കാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല. ഞാൻ വായിച്ച വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയാണ് ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനോഹരമായ രചനയാണ് ഭൂമിയുടെ അവകാശികൾ. മനുഷ്യരെ പോലെ തന്നെ മറ്റു ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിലും ഇവിടുത്തെ വിഭവങ്ങളിലും അവകാശമുണ്ടെന്ന് സമർത്ഥിക്കുകയാണ് ഈ കഥയിലൂടെ ബഷീർ ചെയ്യുന്നത്. എല്ലാ രചനകളെയും പോലെ തന്നെ വളരെ ലളിതമായി നർമ്മബോധത്തോടെ എല്ലാവർക്കും രസിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അവതരണം. കാലത്തിനു മുമ്പേ ബഷീർ എന്ന എഴുത്തുകാരൻ സഞ്ചരിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ചെറുകഥ. താൻ വില കൊടുത്തു വാങ്ങിയ തനിക്ക് മാത്രം അവകാശമുള്ള പുരയിടത്തിൽ അനുവാദം കൂടാതെ കടന്നു വരുന്ന പക്ഷികൾ, ചിത്രശലഭങ്ങൾ, പാമ്പ്, പഴുതാര, എലി, ഉറുമ്പ് തുടങ്ങിയ ജീവികളെ കൊല്ലാനോ ആട്ടിയോടിക്കാനോ നിൽക്കാത്ത ഗൃഹനാഥനും അവയെ തുരത്തി ഓടിക്കാൻ ബഷീറിൻ്റെ ഭാര്യ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാമ്പിനെ കണ്ടപ്പോഴും പഴുതാര കടിച്ചപ്പോഴും തനിക്ക് എന്ത് സംഭവിച്ചാലും അവയെ കൊല്ലരുത്, അവയും ഈശ്വര സൃഷ്ടികളാണ് എന്ന് പറയുന്ന ഗൃഹനാഥനും മനുഷ്യന് നേരിട്ട് ഉപകാരമുള്ള ജീവികൾ മാത്രമേ ജീവിച്ചിരിക്കേണ്ടതുള്ളൂ എന്നും ഉപകാരമില്ലാത്തവയെയും ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവയും കൊന്നൊടുക്കണം എന്നുള്ള സ്വാർത്ഥതയെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. തൊടിയിലെ ചക്കയും പേരക്കയും അണ്ണാനും കാക്കയും തിന്നുപോകുന്നു എന്ന് ഭാര്യ പരാതി പറയുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ മനുഷ്യന് മാത്രം കൈയടക്കി വയ്ക്കാനുള്ളതല്ല, മറിച്ച് ഭൂമിയിലെ ഉൽപ്പന്നങ്ങളുടെ എല്ലാ അവകാശികൾ മൃഗങ്ങളും പക്ഷികളും കൂടിയാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. തൻ്റെ ജീവിത സൗകര്യം നശിപ്പിക്കാൻ വന്ന ജീവികളെ ഹിംസിക്കാനും തൻ്റെ കുടുംബം മാത്രമാണ് പ്രപഞ്ചം എന്ന വിചാരത്തിലേക്ക് ചെറുതാകാനും ഗൃഹനാഥൻ തയ്യാറാകുന്നില്ല. 500 കൊല്ലത്തിനകത്ത് ഈ ഭൂമിയിലുള്ള സർവ്വ ജന്തുക്കളെയും പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം മനുഷ്യർ കൊന്നൊടുക്കും, മരങ്ങളെയും ചെടികളെയും നശിപ്പിക്കും, മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിക്കും, എന്നിട്ട് ഒന്നടങ്കം മരിക്കും എന്ന് പറയുന്നു അദ്ദേഹം. വൃക്ഷങ്ങളും പക്ഷിമൃഗാദികളും ഇല്ലാത്ത കുണ്ടും കുഴിയും നിറഞ്ഞ ചന്ദ്രൻ്റെ ഉപരിതലത്തെ പാഴ്സ്ഥലങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത്. മറ്റ് ജീവികളുടെ ആവാസമേഖലയിലേക്കുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റം ഒട്ടേറെ ജീവജാലങ്ങളുടെ വംശനാശത്തിന് കാരണമായി കൊണ്ടിരിക്കുന്നു. ഈ കാലത്ത് മറ്റൊന്നിനെയും നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലേ എന്ന അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഓരോ വർഷവും നമ്മൾ ആചരിക്കുന്ന പരിസ്ഥിതി ദിനം, ഭൗമദിനം, പക്ഷി സംരക്ഷണ ദിനം, വന്യജീവി സംരക്ഷണ ദിനം എന്നിവയും ഉദ്ദേശിക്കുന്നത് ഇതുതന്നെയല്ലേ? ഇത് വായിച്ചു തീരുമ്പോൾ നമ്മുടെ മനസ്സും പറയുന്നത് കേൾക്കും. ജീവികളായ സർവ്വജീവികളും ഭൂമിയുടെ അവകാശികൾ. നന്ദി. എല്ലാവരും പുസ്തകം വായിക്കാറില്ലേ? നിങ്ങൾക്കായി പുസ്തകം പരിചയപ്പെടുത്തുന്നത് RJ. ഹലോ കൂട്ടുകാരെ, എല്ലാവരും പുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ആയിരിക്കില്ലേ? ബഷീറിൻ്റെ കൃതികൾ കേൾക്കാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല. ഞാൻ വായിച്ച വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയാണ് ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനോഹരമായ രചനയാണ് ഭൂമിയുടെ അവകാശികൾ. മനുഷ്യരെ പോലെ തന്നെ മറ്റു ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിലും ഇവിടുത്തെ വിഭവങ്ങളിലും അവകാശമുണ്ടെന്ന് സമർത്ഥിക്കുകയാണ് ഈ കഥയിലൂടെ ബഷീർ ചെയ്യുന്നത്.
എല്ലാ രചനകളെയും പോലെ തന്നെ വളരെ ലളിതമായി നർമ്മബോധത്തോടെ എല്ലാവർക്കും രസിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അവതരണം. കാലത്തിനു മുമ്പേ ബഷീർ എന്ന എഴുത്തുകാരൻ സഞ്ചരിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ചെറുകഥ. താൻ വില കൊടുത്തു വാങ്ങിയ തനിക്ക് മാത്രം അവകാശമുള്ള പുരയിടത്തിൽ അനുവാദം കൂടാതെ കടന്നു വരുന്ന പക്ഷികൾ, ചിത്രശലഭങ്ങൾ, പാമ്പ്, പഴുതാര, എലി, ഉറുമ്പ് തുടങ്ങിയ ജീവികളെ കൊല്ലാനോ ആട്ടി ഓടിക്കാനോ നിൽക്കാത്ത ഗൃഹനാഥനും അവയെ തുരത്തി ഓടിക്കാൻ ബഷീറിൻ്റെ ഭാര്യ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാമ്പിനെ കണ്ടപ്പോഴും പഴുതാര കടിച്ചപ്പോഴും തനിക്ക് എന്ത് സംഭവിച്ചാലും അവയെ കൊല്ലരുത്, അവയും ഈശ്വര സൃഷ്ടികളാണ് എന്ന് പറയുന്ന ഗൃഹനാഥനും മനുഷ്യന് നേരിട്ട് ഉപകാരമുള്ള ജീവികൾ മാത്രമേ ജീവിച്ചിരിക്കേണ്ടതുള്ളൂ എന്നും ഉപകാരമില്ലാത്തവയെയും ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവയും കൊന്നൊടുക്കണം എന്നുള്ള സ്വാർത്ഥതയെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. തൊടിയിലെ ചക്കയും പേരക്കയും അണ്ണാനും കാക്കയും തിന്നുപോകുന്നു എന്ന് ഭാര്യ പരാതി പറയുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ മനുഷ്യന് മാത്രം കൈയടക്കി വയ്ക്കാനുള്ളതല്ല, മറിച്ച് ഭൂമിയിലെ ഉൽപ്പന്നങ്ങളുടെ എല്ലാ അവകാശികൾ മൃഗങ്ങളും പക്ഷികളും കൂടിയാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. തൻ്റെ ജീവിത സൗകര്യം നശിപ്പിക്കാൻ വന്ന ജീവികളെ ഹിംസിക്കാനും തൻ്റെ കുടുംബം മാത്രമാണ് പ്രപഞ്ചം എന്ന വിചാരത്തിലേക്ക് ചെറുതാകാനും ഗൃഹനാഥൻ തയ്യാറാകുന്നില്ല. 500 കൊല്ലത്തിനകത്ത് ഈ ഭൂമിയിലുള്ള സർവ്വ ജന്തുക്കളെയും പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം മനുഷ്യർ കൊന്നൊടുക്കും, മരങ്ങളെയും ചെടികളെയും നശിപ്പിക്കും, മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിക്കും, എന്നിട്ട് ഒന്നടങ്കം മരിക്കും എന്ന് പറയുന്നു അദ്ദേഹം. വൃക്ഷങ്ങളും പക്ഷിമൃഗാദികളും ഇല്ലാത്ത കുണ്ടും കുഴിയും നിറഞ്ഞ ചന്ദ്രൻ്റെ ഉപരിതലത്തെ പാഴ്സ്ഥലങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത്. മറ്റ് ജീവികളുടെ ആവാസമേഖലയിലേക്കുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റം ഒട്ടേറെ ജീവജാലങ്ങളുടെ വംശനാശത്തിന് കാരണമായി കൊണ്ടിരിക്കുന്നു. ഈ കാലത്ത് മറ്റൊന്നിനെയും നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലേ എന്ന അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഓരോ വർഷവും നമ്മൾ ആചരിക്കുന്ന പരിസ്ഥിതി ദിനം, ഭൗമദിനം, പക്ഷി സംരക്ഷണ ദിനം, വന്യജീവി സംരക്ഷണ ദിനം എന്നിവയും ഉദ്ദേശിക്കുന്നത് ഇതുതന്നെയല്ലേ? ഇത് വായിച്ചു തീരുമ്പോൾ നമ്മുടെ മനസ്സും പറയുന്നത് കേൾക്കും. ജീവികളായ സർവ്വജീവികളും ഭൂമിയുടെ അവകാശികൾ. നന്ദി. ഒരു സിനിമാ പാട്ടുമായി നിങ്ങൾക്ക് മുൻപിൽ തൻവി TV.
സിനിമാ ഗാനവുമായി അനുഷ്ക സുരേഷ്. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കണ്ണുയൽ. ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാ ചെലക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഉറങ്ങ് 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 ഉറങ്ങ്. നീ നടന്ന് പോകുമാ നീണ്ട നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയാരിനി. ആ ആ ആ ആ. എതിരെ നിന്നതേതുമേ താനെ അങ്ങു നീക്കുവാൻ ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ. തൊട്ടു തലോടിക്കൊണ്ട് കാറ്റിലെ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും. മൂടുന്നിരുട്ടകറ്റാൻ തീർന്നും മുന്നിൽ തെളിഞ്ഞുണരും. നീ എന്ന വിത്തെടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഉയർന്നു വാ ഉയർന്നു വാ തടകളെ നീ ഉടച്ചു വാ. ഉയർന്നു വാ ഉയർന്നു വാ ഉടലിനെ നീ ജയിച്ചു വാ. എല്ലാവരും കഥ ഇഷ്ടപ്പെടുന്നവരല്ലേ? അടുത്തത് ഒരു കഥയുമായി ഏഞ്ചൽ റോസ്. കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ ഗുണപാഠ കഥയാണ് പറയാൻ പോകുന്നത്. എൻ്റെ കഥയുടെ പേര് കൊക്കും കുറുക്കനും. പണ്ട് കാലത്ത് ഒരു കാട്ടിൽ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. ആ കാട്ടിനടുത്തുണ്ടായിരുന്ന ഒരു കുളത്തിൽ ഒരു കൊക്കും താമസിച്ചിരുന്നു. അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അവർ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും പരസ്പരം പറഞ്ഞ് വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. ഒരു ദിവസം കുറുക്കൻ കൊക്കിനെ തൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചു. കൊക്ക് വളരെ സന്തോഷത്തോടെ കുറുക്കൻ്റെ ക്ഷണം സ്വീകരിച്ച് ഗുഹയിലേക്ക് പോയി. കുറുക്കൻ പറഞ്ഞതനുസരിച്ച് കൊക്ക് കൃത്യസമയത്തു തന്നെ കുറുക്കൻ്റെ ഗുഹയിലെത്തി. നല്ല അടിപൊളി മണമുണ്ടായിരുന്നു ആ ഗുഹയ്ക്കുള്ളിൽ. കുറുക്കൻ കൊക്കിനെ സ്വീകരിച്ചിരുത്തി. ഒരു പാത്രം നിറയെ നല്ല പായസം കുറുക്കൻ കൊക്കിൻ്റെ മുൻപിൽ കൊണ്ടുവച്ചു.
എന്നിട്ട് കുടിച്ചോളാൻ പറഞ്ഞു. നല്ല മണമുണ്ടായിരുന്ന ആ പായസം കുടിക്കാൻ കൊക്കിന് അതിയായ കൊതി തോന്നി. തൻ്റെ നീണ്ട കൊക്കുകൊണ്ട് ആ പാത്രത്തിൽ നിന്ന് കൊക്കിന് പായസം കുടിക്കാൻ കഴിഞ്ഞതേയില്ല. കൊക്കിൽ കുടുങ്ങിയ പായസം കൊക്കിന് വായിലെത്തിക്കാനും കഴിഞ്ഞില്ല. ഇത് കണ്ട കുറുക്കൻ കൊക്കിനോട് ചോദിച്ചു, അയ്യയ്യോ മിത്രമേ, നിനക്കിത് കുടിക്കാൻ കഴിയുന്നില്ലേ? ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കുറുക്കൻ സ്വാദോടെ അത് മുഴുവൻ കുടിച്ചു തീർത്തു. കൊക്ക് അപമാനിതനായി വിശപ്പ് സഹിക്കാൻ കഴിയാതെ തിരിച്ച് തൻ്റെ കുളത്തിലേക്ക് പറന്നുപോയി. അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം കൊക്ക് കുറുക്കനെ തൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചു. കുറുക്കൻ വളരെയധികം സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ച് കൊക്കിൻ്റെ വീട്ടിലെത്തി. കൊക്ക് ഒരുപാട് സന്തോഷത്തോടെ തൻ്റെ ചങ്ങാതിയെ സ്വീകരിച്ചിരുത്തി. കൊക്ക് ഒരു ചെറിയ കുടം നിറയെ നല്ല സ്വാദുള്ള മീൻകറി കൊണ്ടുവന്ന് കുറുക്കൻ്റെ മുൻപിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, മിത്രമേ, നീ ഇത് വയറു നിറയെ കഴിക്കൂ. മീൻകറിയുടെ മണം വന്നപ്പോൾ തന്നെ കുറുക്കൻ്റെ വായിൽ നിറയെ വെള്ളം നിറഞ്ഞു. പക്ഷേ പാത്രത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും നോക്കിയ കുറുക്കന് ഇതെങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് മനസ്സിലായില്ല. കുറുക്കൻ ആർത്തിയോടെ മീൻകറി കഴിക്കാൻ ശ്രമിച്ചു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും കുറുക്കന് കുടത്തിൽ നിന്ന് മീൻകറി കഴിക്കാൻ കഴിഞ്ഞതേയില്ല. കുറുക്കൻ ആകെ നിരാശനായി. ഇത് കണ്ടുകൊണ്ട് കൊക്ക് കുറുക്കനോട് ചോദിച്ചു, മിത്രമേ, നിനക്കിത് കഴിക്കാൻ കഴിയുന്നില്ലേ? ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. കൊക്ക് തൻ്റെ നീണ്ട കൊക്കുകൊണ്ട് ആ കുടത്തിലെ മീൻകറി മുഴുവൻ സ്വാദോടെ കുടിച്ചു തീർത്തു. ഇത് കണ്ടപ്പോൾ കുറുക്കന് ദേഷ്യമായി. കുറുക്കൻ ചോദിച്ചു, മിത്രമേ, ഇത് ചതിയാണ്. ഇത്രയും ചെറിയ കുടത്തിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ഈ മീൻകറി കഴിക്കുക? ഞാൻ വല്ലാതെ വിശന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നീ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി കൊക്ക് പറഞ്ഞു, മിത്രമേ, നീ ഇത് എന്നെ പഠിപ്പിച്ച വിദ്യയാണ്. ഇതിനു മുമ്പൊരിക്കൽ നീ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ച് അപമാനിച്ചത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കൊക്ക് കുറുക്കനെ നല്ലൊരു പാഠം പഠിപ്പിച്ചു. കുറുക്കൻ ഒന്നും മിണ്ടാതെ തനിക്ക് അർഹതപ്പെടുന്നത് തന്നെയാണ് കിട്ടിയതെന്നോർത്ത് ഗുഹയിലേക്ക് മടങ്ങി. നമ്മൾ ഒരാളെ അപമാനിച്ചാൽ നമ്മളെയും എന്നെങ്കിലും ഒരിക്കൽ ഒരാൾ അപമാനിക്കും എന്നതാണ് ഈ കഥയിലെ സാരാംശം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. എന്നാൽ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഒരു മാപ്പിളപ്പാട്ടുമായി ജസ്ബിൻ. രചന ഹംസ നരോക്കാവ്. ഇശൽ കെസ്സി ഇടച്ചാട്ട് മുറുക്കം. 1921 മലബാർ ചരിത്രം. ജിഗം തങ്കം പതിമണ്ണ് മലബാറിൽ പണ്ടാഗണം വെള്ളൂടൽ പടവടിവോടെ ധമ ജഗ പടർ കൊടും ഇംഗ്ലണ്ടാറുമുറക്കരമിണ്ട പണിനിറക്കി ബറിറ പേരി ചോര ജശാമർ പതിപ്പരി മതദില്ല ചതിപ്പരി വെള്ളക്കാർ തകർത്തൊള്ളി പോരി കഹ കൊലകുത്തും കലമ്പലും ജോറ് തക്കം പടവുള്ളവർ മുന്തരന്ത് രംഗമല്ലെങ്കിൽ കെങ്കേമ മാലണി ഗുണ ചുണ തണൽ തമാ തമഗമ സുമ്മാമല്ലിമണിയും മലബാറിലെ ചേതി പൊരുൾ വിരുത്താനേ ജിഗം തങ്കം പതിമണ്ണ് മലബാറിൽ പണ്ടാഗണം വെള്ളൂടൽ പടവടിവോടെ ധമ ജഗ പടർ കൊടും ഇംഗ്ലണ്ടാറുമുറക്കരമിണ്ട പണിനിറക്കി ബറിറ പേരി ഉഗമാനസാകം പക ചീനെ തുള്ളാം വെള്ളക്കാർ ഉളർന്നുടൻ സൂയിപ്പാക്കി ചെപ്പിത്തടും ചെപ്പിയൂർ ഉളർന്നുള്ളം വെള്ളപ്പാടർ കൂരക്കിട്ട് ഭാരിത്തോർ ഭാരിത്തെ ആദർദിക്ക് അന്തമാനിക്കായത്തെ ബീരിത്തെ നാടും വീടും കടത്തിട്ടു പിടിത്തെ ഉടൽ പിടിപെടും തടവുകൾ കാടർ കൊടും കൊടുമകൾ വാഗൺ രജടിയടവുകൾ വാടിക്കേട വള്ളുവരും
വെടി പൊട്ടിച്ചേ ഗതി മുട്ടിച്ചേ നാടുപറ്റി സ്തംഭിച്ചേ വെടി പൊട്ടിച്ചേ ഗതി മുട്ടിച്ചേ നാടുപറ്റി സ്തംഭിച്ചേ ഊക്കമുത്തി വള്ളുവരും കൊതിച്ചേ കേറ്റിങ്ങളണ്ടി മണ്ണീര് പാറിച്ചേ പോറ്റി മലബാറിൻ്റെ അന്തസ് കുറിച്ചേ പൊള്ളും കൊള്ളാം തുള്ളി വെള്ളി വെള്ളപ്പടർ പണിക വെള്ളം സിറ 920 വാഹിദ 920 വാഹിദ ജിഗം തങ്കം പതിമണ്ണ് മലബാറിൽ പണ്ടാകണം വെള്ളൂടൽ പടവടിവോടെ ധമജഗ പടർ കൊടും ഇംഗ്ലണ്ടാറുമുറക്കാരമിണ്ട പനിനീറക്കി ബറിറ പേരി പനിനീറക്കി ബറിറ പേരി ബാഗർ കണ്ട് സൂര്യർ ബനി സുഹൃത്താല് പെരുത്ത് ബാലർ മാമർ കാതം കാതം കിലാഫത്തായി കരുത്ത് പിന്നാമുത്ത വെള്ളദേശം കള്ളമർ മാമത്തെ അമർത്തെ ആകർനേശം വാശിയെ ശിക്കാസർത്തി അടർത്തി ഉശിർവാശം ദേശം പേശിട്ടാസർത്തി ആകം പൂകൈ പകൈ അടിപടി വീട തടവുടെ കൊടുമടി വെടി വെടി വെള്ളവർഗം തടി ബന്ധിച്ചേ ചതി മുന്തിച്ചേ നാടുപറ്റി സ്തംഭിച്ചേ തടി ബന്ധിച്ചേ ചതി മുന്തിച്ചേ നാടുപറ്റി സ്തംഭിച്ചേ ഊക്കമുത്ത് വള്ളുവരും കൊതിച്ചേ കേറ്റിങ്ങളണ്ടി മണ്ണീര് പാറിച്ചേ പോറ്റി മലബാറിൻ്റെ അന്തസ് കുറിച്ചേ പൊള്ളും കൊള്ളാം തുള്ളി വെള്ളി വെള്ളപ്പടർ പണിക വെള്ളം സിറ 920 വാഹിദ 920 വാഹിദ ജിഗം തങ്കം പതിമണ്ണ് മലബാറിൽ പണ്ടാകണം വെള്ളൂടൽ പടവടിവോടെ ധമജഗ പടർ കൊടും ഇംഗ്ലണ്ടാറുമുറക്കാരമിണ്ട പനിനീറക്കി ബറിറ പേരി ചോര ദശ അമർ പതിപ്പരി മദതില്ല ചതിപ്പരി വെള്ളക്കാർ തകർത്തൊള്ളി പോരി കഹ കൊലകുത്തും കലമ്പലും ജോറ്. ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എല്ലാവർക്കും ഇഷ്ടമായോ? ഇനിയും ഇതുപോലെ മനോഹരമായ പരിപാടികളുമായി മറ്റൊരു അവസരത്തിൽ കാണാം. ശുഭദിനം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസിന്റെ പരിപാടിയുമായി നിങ്ങൾക്ക് മുൻപിൽ എത്താം. അതുവരെ നിങ്ങളോട് ബൈ പറയുന്നത് RJ റീഹ and RJ അർബ.